വിജയുടെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ന് രാത്രി ഉണ്ടാകുമോ, അതിനാടകീയമായ അറസ്റ്റായിരിക്കുമോ എന്നത് വളരെ പ്രധാനമാണ്. അതേസമയം നാളെ ഇനി അറസ്റ്റ് ഉണ്ടാകുമോ, വിജയ് ഉൾപ്പെടെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നേരത്തെ മധുരയിലെ സംസ്ഥാന സമ്മേളന വേദിയിൽ റാമ്പിലേക്ക് കയറാൻ ശ്രമിച്ച ചെറുപ്പക്കാരനെ എടുത്തെറിഞ്ഞതിന് 10 ബൗൺസർമാർക്കും വിജയിക്കുമെതിരെ കേസെടുത്തിരുന്നു. ഇവിടെ ഇത്രയും പേരുടെ മരണം സംഭവിച്ചു. ഒന്നാമത്തെ നടപടി എന്നത് വിജയ്ക്കെതിരായ കേസിനെ ആയിരിക്കും ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുവെങ്കിലും അപ്പോൾ വിജയുടെ അറസ്റ്റ് ഉണ്ടാകുമോ അടുത്ത മണിക്കൂറിൽ എന്നതും വളരെ പ്രധാനമാകുന്നുണ്ട്. അക്ഷയ്, തീർച്ചയായിട്ടും വിജയുടെ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ തന്നെ കേസെടുത്തിട്ടുണ്ട് TVK പ്രവർത്തകർക്കെതിരെ. വിജയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ, വിജയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും വിജയ് ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. വിജയെ സേഫ് ആക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അണികളും ആരാധകരും ഒക്കെ ഈ ദുരന്തക്കടലിൽ കടന്ന് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അവരിപ്പോഴും ഉഴലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലർക്കും അവരുടെ ഉറ്റവരെ ഒന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഏതൊക്കെ ആശുപത്രികളാണെന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ടില്ല. മരണവിവരം ആരൊക്കെയാണ് മരിച്ചതെന്നുള്ള കാര്യം ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വിജയ് ചെന്നൈയിൽ അദ്ദേഹത്തെ സേഫാക്കി ചെന്നൈയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വിജയ്ക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമോ അത് എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വിജയിയുടെ രാഷ്ട്രീയ പ്രവേശം അത് ചർച്ചയായിരിക്കുന്ന തമിഴകത്താണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആൾക്കൂട്ട ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ശ്വാസം കിട്ടാതെ തിങ്ങിഞ്ഞെരിഞ്ഞ് പിടഞ്ഞു വീണാണ് മനുഷ്യന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 38 ആളുകൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നതിൽ കുട്ടികളുണ്ട്. 8 പേർ കുട്ടികളാണ്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 38 പേരുണ്ട്. ആബാലവൃദ്ധം ആളുകളും പല പ്രായത്തിൽപ്പെട്ട ആളുകളും വിജയെ മകനായും സിനിമകളിലൂടെ വിജയെ കണ്ട് അദ്ദേഹത്തെ മകനായും സഹോദരനായും ഒക്കെ സ്നേഹിച്ച ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി എത്തിയത്. അത് TVK പ്രവർത്തകരെ മാത്രമല്ല, വിജയെ കാണാനായി എത്തിയ ഇളയ ദളപതിയെ കാണാനായി എത്തിയിട്ടുള്ള ആളുകളാണ്. ആ ആളുകളോട് അദ്ദേഹം ചെയ്തിട്ടുള്ള ക്രൂരത, വഞ്ചന എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് മനസ്സിലാക്കാമായിരുന്നു. ഒരുപക്ഷെ തീർത്തും വൈകാരികമായി കടന്നെത്തുന്ന ആരാധക കൂട്ടത്തിന് അവർക്ക് അവരുടെ ജീവൻ പണയം വെച്ചും അവരുടെ പ്രിയപ്പെട്ട താരത്തിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അവരെത്തുമെന്ന് മുൻകൂട്ടി കണ്ട് സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തേണ്ടിയിരുന്നത് അത് വിജയുടെ ഉത്തരവാദിത്തമാണ്, TVKയുടെ ഉത്തരവാദിത്തമാണ്. ആ തീർത്തും നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് കരൂരിൽ കാണുന്ന ഈ വലിയ ദുരന്തം. തെരുവിലിരുന്ന് വിലപിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ കാണുന്നത്.